ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്രയും മുന്നേ ഞാൻ ഇവളെ പറഞ്ഞ് പിന്തിരിപ്പിച്ചേനെ. അത് അറിഞ്ഞിട്ടും പിന്തിരിപ്പിക്കാമായിരുന്നു. ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാവുന്നതല്ലേ സന്ദീപിന്റെയും അനഘയുടെയും വിവാഹം ഉറപ്പിച്ച കാര്യം. എന്നിട്ട് നിങ്ങൾ ആരും ആതിരയെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ വരുതിയിൽ നിൽക്കുന്നവളല്ല നിങ്ങളുടെ മോളെന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു ബന്ധം ഇവര് തമ്മിൽ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാ ആതിരയ്ക്ക് വേറെ വിവാഹം നോക്കിയത്? അപ്പൊ എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. എന്നിട്ട് മനഃപൂർവ്വം അതെല്ലാം മനസ്സിൽ വെച്ച് എന്നോടും എന്റെ കുടുംബത്തോടും മറ്റൊരു തരത്തിൽ പെരുമാറുമായിരുന്നു അല്ലേ? ഞങ്ങൾ അങ്ങനെ പെരുമാറിയെങ്കിൽ തന്നെ നിങ്ങളോട് ഇത് പറയാനുള്ള ബാധ്യത ആർക്കായിരുന്നു? നിങ്ങളുടെ മോന്. അവനെന്താ അത് ചെയ്യാത്തെ? അല്ല, അങ്കിൾ എന്താ ചോദിക്കാത്തത്? നിങ്ങൾ വലിയ കുടുംബക്കാരും പൈസ ഉള്ളവരും തന്നെയാ. അത് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ കുടുംബ മഹിമയിലൊക്കെ കുറച്ച് പിന്നോക്കം നിന്നാലും ഇവനെയാണ് ഇവളെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ആദ്യം എതിർത്തത് ഞങ്ങളാ. ഞങ്ങളുടെ കുട്ടി ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. അതിനിടയ്ക്ക് ഇവൻ ഇവിടെ കയറി വന്ന് വെല്ലുവായിൽ പറഞ്ഞു ഇവന്റെ അച്ഛന്റെ, അതായത് നിങ്ങളുടെ സമ്മതം വാങ്ങിച്ചിട്ട് ഇവൻ തിരിച്ചു വരാന്ന്. സന്ദീപ് ഇപ്പൊ കണ്ടില്ലേ നിന്റെ അച്ഛന്റെ മനസ്സിലിരിപ്പ്? ഇപ്പം മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ. സേതു, കുട്ടികൾക്ക് അങ്ങ് ഒരു അബദ്ധം പറ്റിപ്പോയി. ഇപ്പോ രണ്ടുപേർക്കും വേറെ വേറെ വിവാഹമായില്ലേ? ഇനി അതേ ചൊല്ലി നമ്മൾ തമ്മിൽ മുഷിപ്പുണ്ടാക്കിയിട്ട് എന്താ കാര്യം? മുഷിപ്പിന്റെ കാര്യമല്ല മാഷെ. നിങ്ങൾക്കെല്ലാം എല്ലാം അറിയാമായിരുന്നിട്ടും നിങ്ങൾ ആരും എന്നോടൊരു വാക്ക് പറഞ്ഞില്ല. പറഞ്ഞാലും നടക്കില്ല. കാരണം എന്റെ മനസ്സിൽ ഇവനെ കൊണ്ട് പല പ്രതീക്ഷകളുമുണ്ട്. അത് തകർക്കാൻ നോക്കുന്നത് ആരായാലും എഴുതിത്തള്ളും ഈ നെല്ലിശ്ശേരി സേതുമാധവൻ. അച്ഛൻ അങ്ങനെ മക്കളെ കുറിച്ച് പ്രതീക്ഷയുണ്ടെങ്കിലേ അതനുസരിച്ച് മക്കളെ വളർത്തണം. എന്റെ മകള് നിങ്ങളുടെ മകന്റെ പിറകെ നടന്ന് ശല്യം ചെയ്തൊന്നും അല്ലല്ലോ. ഇവനെ ഇവളെ ഇഷ്ടമായിരുന്നില്ലേ? എന്താ സന്ദീപേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇനിയെങ്കിലും നീ ഒന്ന് വാതുറന്ന് പറയടാ വല്ലതും. മനസ്സ് തുറന്ന് സ്നേഹിച്ചാൽ മാത്രം പോരാ, അത് തുറന്ന് പറയാനുള്ള ധൈര്യം കൂടി വേണം ആൺകുട്ടികൾക്ക്. അമ്മയോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. നിനക്കറിയോ, ഞങ്ങൾ ഉറപ്പിച്ച വിവാഹത്തിന് ഇവൾ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. നിന്നോടൊപ്പം ജീവിക്കാന്ന് നീ കൊടുത്ത വാക്കിന്റെ വിശ്വാസത്തിലാ അത്. അങ്ങനെ പലർക്കും പല അന്ധവിശ്വാസങ്ങളുണ്ടാവും. അത് എന്റെ മോന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട ആരും. ഇവിടുത്തെ പെണ്ണിനെ എന്റെ മോന് വേണ്ട, അത്ര തന്നെ. ഇറങ്ങി വാടകയുണ്ട്. അച്ഛനൊന്ന് നിന്നേ. ഇവരിവിടെ പറഞ്ഞതൊക്കെ ശരിയാ. ഞാനും ആതിരയും തമ്മിൽ ഇഷ്ടത്തിലാണ്. അനഘയുടെ കാര്യം അച്ഛൻ ഉറപ്പിച്ചു കഴിഞ്ഞതുകൊണ്ട് ഇതുവരെ ഞാൻ പറയാതിരുന്നത്. ആതിരയല്ലാതെ മറ്റൊരു വിവാഹം എനിക്കില്ല. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? എന്റെ വിവാഹ കാര്യം പിന്നെ വേറെ ആര് തീരുമാനിക്കും? അനഘ എനിക്ക് വിവാഹം ഉറപ്പിച്ചത് എന്നോട് ആലോചിച്ചിട്ടാണോ? എന്റെ ഇഷ്ടം എപ്പോഴെങ്കിലും തിരക്കി വച്ചൻ ഒരു ഏകാധിപതിയെ പോലെ എല്ലാം അങ്ങ് തീരുമാനിക്കുന്നു. അടിമയെ പോലെ ഞങ്ങൾ അനുസരിക്കുന്നു. കാര്യങ്ങൾ ഇത്ര ആയ സ്ഥിതിക്ക് ഒരു കാര്യം ഞാൻ അച്ഛനോട് പറയാം. ഞാൻ വിവാഹം കഴിച്ചോളാന്നും ഒരുമിച്ച് ജീവിക്കാന്നും വാക്ക് കൊടുത്തതാ ഞാൻ ആദരിക്കും.
ആ വാക്ക് എനിക്ക് പാലിക്കണം. അതുകൊണ്ട് അച്ഛനെ ഈ വിവാഹത്തിന് സമ്മതിക്കണം. അനുപേട്ട ദേവര് പോവാന്ന്. ആ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി. ശരി, ആതിരയുടെ വിവാഹമൊക്കെ വേഗം നടത്ത്. അപ്പൊ ഞങ്ങളെല്ലാവരും ഇവിടേക്ക് വരാം. അതല്ല, സന്ദീപിൻ്റെതാണ് ആദ്യം നടക്കുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും അങ്ങോട്ട് വരണം. ആയിക്കോട്ടെ. എന്നാ ഇറങ്ങാം. എന്നാ ശരി. ശരി. എടുത്തി എവിടെ പോയിരുന്നു? ഞാനൊന്ന് പുറത്തു പോയതാ. നീ നിക്ക്, ഞാനൊന്ന് അച്ഛനെ കണ്ടിട്ട് വരാം. അതിന് അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ? എവിടെ പോയി? അച്ഛൻ അനൂപേണ്ണെ കാണാൻ വേണ്ടി പോയിരിക്കുവാ. പിന്നെ ഏട്ടത്തി, ചെറിയൊരു പ്രശ്നമുണ്ട്. സന്ധ്യപേണ്ണയും കൊണ്ടാ അച്ഛൻ പോയിരിക്കുന്നത്. ഞാൻ പറഞ്ഞതാ കൂടെ ചെല്ലാന്ന്. അപ്പൊ അച്ഛന് ഒരേ നിർബന്ധം. എന്തെങ്കിലും പ്രശ്നമാവും ഏട്ടത്തി? പ്രശ്നവും അതവിടെയല്ല, ഇവിടെ. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും സാരമില്ല. ഇന്നത്തോടെ എല്ലാം കലങ്ങി തെളിയണം. എല്ലാ പ്രശ്നങ്ങളും ഇന്നൊരു ദിവസം കൊണ്ട് തീരുകയും വേണം. ഏട്ടത്തി എന്താ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശമല്ല മോളെ, തീരുമാനം. എല്ലാത്തിൻ്റെയും നെല്ലും പതിരും തിരിക്കാനുള്ള തീരുമാനം. ഹലോ, നീ എവിടെയാ? ഞാൻ വീട്ടിലാ. ഞാൻ ഉടനെ അവിടെ എത്തും. അതുവരെ അർച്ചനയും സേതുമാധവനും തമ്മി ഒരു കാരണവശാലും സംസാരിക്കാൻ പാടില്ല. മനസ്സിലായോ? അതിന് അങ്ങേര് ഇവിടെ ഇല്ല. സന്ദീപുമായിട്ട് വൃന്ദാവനത്തിലേക്ക് പോയി. ഞാൻ തടയാൻ നോക്കിയിട്ട് നടന്നില്ല. വൃന്ദാവനത്തിലോ? മൈ ഗോഡ്. അർച്ചനയോ? അർച്ചനയും പുറത്തു പോയിട്ട് വന്നില്ലെന്ന് തോന്നുന്നു. സേതുമാധവൻ വൃന്ദാവനത്തിലേക്കാ പോയെന്ന് ഉറപ്പാണോ? എന്നോട് പറഞ്ഞതല്ലേ അനൂപിനെ കാണാൻ പോവാന്ന്. എന്താ ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമാണ്. സേതുമാധവൻ തിരികെ വന്നാ അപ്പ എന്നെ വിളിച്ചു പറയണം, കേട്ടല്ലോ? അഥവാ അർച്ചന കൂടെ വന്നാലും അവര് തമ്മിൽ സംസാരിക്കാതെ നോക്കുകയും വേണം. ശരി ചേച്ചി. നേരത്തെ അവന്തിക പറഞ്ഞില്ലേ നെല്ലിശ്ശേരി വീട് കുലുങ്ങുമെന്ന്. ഇന്ന് ശരിക്കും കുലുങ്ങും. കുലുക്കും അർച്ചന. വേഗം ചെല്ല. എന്നിട്ട് അർഹിക്കാത്ത മാപ്പിന് ഒരു ശ്രമം നടത്തി നോക്ക്. എങ്കിലും ഇന്നത്തോടൊരു തീരുമാനം ഉണ്ടാവും എല്ലാത്തിനും. ഹലോ ഹലോ
ഹലോ ഹലോ മീരേ മീരേ എന്താ? ദേ നിനക്കൊരു കോള് വന്നു, കട്ടായി പോയി. ആരായിരുന്നു? ആരാ നോക്ക്. സിന്ധുവോ? ആ എനിക്കറിയില്ല, നീ വിളിച്ചു നോക്ക്. ഹലോ, ഞാൻ മീരയാ. ആ എന്ത് പണിയാ നീ കാണിച്ചേ? അനൂപിന് മനസ്സിലായി കാണില്ലേ ഞാനാണെന്ന്? ഏയ്, ഞാൻ ഫോണിലെ പേര് മാറ്റി സിന്ധു എന്നാ സേവ് ചെയ്തിരിക്കുന്നേ. ശരി ശരി, ഞാനിപ്പോ വിളിച്ചതേ അച്ഛനും സന്ദീപും അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നോ? തിരിച്ച് നെല്ലിശ്ശേരിയിലേക്ക് പോയല്ലോ. ഇറങ്ങിയിട്ട് കുറച്ചു നേരം ആയിട്ടുള്ളൂ. ഇപ്പൊ ചിലപ്പോ എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. ആ എന്താ, എന്തു പറ്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഹലോ ഹലോ ഹലോ. ഇന്നിനി എന്ത് വന്നാലും ശരി, അച്ഛനോട് ഞാൻ എല്ലാം പറയും. ശരി ഡോക്ടർ. മോള് രാവിലെ എവിടെ പോയിരുന്നു? ഞാനിവിടെ അന്വേഷിച്ചിരുന്നു, കണ്ടില്ല. എനിക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അച്ഛാ. ഞാൻ വൃന്ദാവനത്തിൽ പോയിട്ടാ വരുന്നത്. അനൂപിന്റെ കാര്യം വലിയ കഷ്ടമായി പോയി. എല്ലാം ഈശ്വരന്റെ ഓരോ പരീക്ഷണങ്ങളായിട്ട് കണ്ടാ മതി. അച്ഛാ, എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? അത് അച്ഛാ, ഞാൻ പറയാൻ പോകുന്ന കാര്യം. അങ്കിൾ, അങ്കിൾ എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ മോളെ. എടത്തിയും പോയിരുന്നു അങ്കിളുടെ കൂടെ? ഇല്ല. അനൂപേട്ടൻ എങ്ങനെയുണ്ട് അങ്കിൾ? വലിയ കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം. നീയും സമയം കിട്ടുമ്പോ അവിടം വരെ ചെന്നൊന്ന് കാണണം കേട്ടോ. അവന്തികയോടും പറഞ്ഞേക്ക്. ഞാനും ചേച്ചിയും പോവാനിരിക്ക, ഉടനെ പോവും. ആ, മോള് പറയാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അച്ഛാ, ഞാൻ പറയുന്ന കാര്യം അച്ഛൻ സമാധാനത്തോടെ കേൾക്കണം. ടെൻഷൻ ആവരുതെന്ന് ഞാൻ പറയുന്നില്ല. അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ ഇത്രയും നാളും ഞാൻ നീട്ടിക്കൊണ്ടു പോയത്. അവന്തിയെടുത്തി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല അച്ഛാ. നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന സ്വഭാവമല്ല അവന്തിയെടുത്തിയുടെ ഉള്ളിലുള്ളത്. എന്താ മോളെ നിനക്ക് അങ്ങനെ തോന്നാൻ? അതച്ഛാ,
അർച്ചന പറയും, അവന്തിക എന്ത് ചെയ്തു എന്നാ? ഓഹോ, അപ്പൊ ഇവളെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. നീ മറ്റാരെ ശ്രദ്ധിക്കണ്ട. എന്നോട് പറയാമെന്ന കാര്യം നിനക്ക് ധൈര്യമായിട്ട് പറയാം. അതിന് നീ ആരെയും പേടിക്കണ്ട. അവന്തികടത്തെ കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഏട്ടത്തി എന്ന് പറയുന്നതാ. ഇപ്പൊ ഇവിടെ എല്ലാം ഏറ്റു പറയണം. ഇപ്പൊ തന്നെ ഇവിടേക്ക് വന്ന സ്ഥിതിക്ക് അതാ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത്. എന്താ അവന്തിക കാര്യം? എന്താണെന്ന് വെച്ചാ പറയേ. അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അത് രണ്ടാമത്തെ കാര്യം. ആദ്യം ചെയ്ത തെറ്റെന്താണെന്ന് പറയേ. എൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ മറിച്ചു. ഈ കാര്യം ഞാൻ പലതവണ അച്ഛനോട് പറയണമെന്ന് വെച്ചതാ. പക്ഷെ അതിനു മുമ്പ് അർച്ചന... അച്ഛാ, ഞാൻ പറയാൻ വന്ന... അർച്ചന, ഞാനല്ലേ തെറ്റ് ചെയ്തേ? അപ്പോ ഞാൻ തന്നെ അല്ല അച്ഛനോട് പറഞ്ഞോളാം. അച്ഛാ, എനിക്കറിയാം ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാ ഞാൻ ചെയ്തേന്ന്. എന്നാലും മതി. ഈ വീട്ടിൽ ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ അതിനെന്താണ് എൻ്റെ ഉത്തരമെന്ന് എല്ലാവർക്കും അറിയാം. അർഹതയില്ലാത്ത കാശെടുത്ത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെലവാക്കുന്നത് ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാ. അതറിയാം അച്ഛാ, പക്ഷേ... ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. പണത്തിന് ആർത്തി വന്നാ പിന്നെ ഈശ്വരൻ വിചാരിച്ച പോലും അവരെ രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആർത്തി വന്നുപോയി എൻ്റെ മരുമോൾക്ക്. അത് നിനക്കും ഈ കുടുംബത്തിനും ഒരുപോലെ അപകടമുണ്ടാക്കുന്നതാ. അതുകൊണ്ട് ഇന്നു മുതൽ നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എല്ലാ ചുമതലകളിൽ നിന്നും നീ ഒഴിയണം. എടുത്ത് തിരിമറി നടത്തിയ പണം 2 ദിവസത്തിനകം തിരികെ വെക്കുകയും വേണം. ഇനി മേലിൽ നെല്ലിശ്ശേരി ഓഫീസിൽ കാലുകുത്തി പോകരുത് നീ. എന്താവശ്യം വന്നാലും അത് എന്നോടൊന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതിന് നീ എന്തിനാ മടിക്കുന്നത്? ആരും അറിയാതെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോ ഞാൻ എന്താ നിന്നെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്? ബിസിനസ്സിൽ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണം. വേണ്ട, നീ ഒന്നും പറയണമെന്നില്ല. എനിക്കറിയാം അർച്ചനയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന്. അവന്തിയോട് ക്ഷമിക്കാൻ പറയാനും അവന്തിയേക്ക് വക്കാലത്ത് പറയാനും അർച്ചന ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ പറഞ്ഞത് എന്റെ തീരുമാനമാണ്. അതിന് മുകളിൽ കയറി ആരും സംസാരിക്കണ്ട. അച്ഛാ, എനിക്ക് പറയാനുള്ളതും കൂടി അച്ഛൻ കേൾക്കണം. കേൾക്കണ്ട. ഞാൻ തീരുമാനിച്ചതിനപ്പുറം നിന്റെ ഒരു എക്സ്പ്ലനേഷനും എനിക്ക് ആവശ്യമില്ല. അച്ഛന്റെ തീരുമാനം അംഗീകരിച്ചിട്ട് തന്നെ ഞാൻ പറയുന്ന അച്ഛൻ കേട്ടേ പറ്റൂ.